വിടുന്ന ഒരു സ്ഥലമാണ് ഇത്. അതെ, നമുക്ക് ഹിപ്നോട്ടിസം ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യണേ. ഗ്രൂപ്പായിട്ടോ? നാല് പേരെ. അതെങ്ങനെ ചെയ്യും? ചെയ്യാം. ചെറിയ സ്പേസ് കിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടത്താനോ അന്നൊന്ന് ക്യാമറ താത്ത്. ആരൊക്കെ കിടക്കണ്ടേ? നിന്നാ മതി. ഇവര് വീഴും. വീഴും. ഇവരുടെ ബാക്കിൽ ഒരാൾ നാല് പേര് നിന്നാ മതി. ഇവരുടെ ബാക്കിൽ 4 പേര് നിർത്തുക. ആണോ? ആരൊക്കെയാ 4 പേര്? റാംബോ, ജാസി, റാംബോ, ജാസി, പിന്നെ ഷമീർ, പിന്നെ റാംബോ. ഇവര് 4 പേര്. അപ്പൊ 3 ആളല്ലേ ആയിട്ടുള്ളൂ? 4 പേര്. 4ാമത്തെ ആളാരാ? റാംബോ. എടാ ഷമീർ, റാംബോ, ജാസി, പിന്നെ മമ്മുണ്ടോ? ഓക്കെ. അപ്പൊ 4 ആള് നിരന്ന് നിരന്ന് എടാ ഒന്ന് മാറണം. ഫസ്റ്റ് ആടുന്ന് തുടങ്ങിയോ? എല്ലാരും ഒരേ സമയത്താ? എടാ നിരന്ന് നിൽക്കടാ. കൂളിംഗ് ഗ്ലാസ് എല്ലടല്ലേ നമുക്ക് കഴിവുണ്ടാന്ന് നോക്കാം. ചെക്കൻ ചെയ്യോ നോക്കാം. ഫ്രീ ജഡ്ജ് ചെയ്യല്ലേ? നിങ്ങൾ കണ്ണടച്ചിട്ട് ഒരു 10 ഡീപ് ബ്രെത്ത് എടുക്കാം. കാണാൻ പറ്റില്ല ക്യാമറ. നിങ്ങൾ കണ്ണടച്ചിട്ട് ഒരു 10 ഡീപ് ബ്രെത്ത് എടുക്കാം. ഡീപ് ബ്രെത്ത് ശ്വാസം. റെസിസ്റ്റ് ചെയ്യരുത്. എന്നെ ചെയ്യാൻ പറ്റൂല, എന്നെ ചെയ്യാൻ പാടില്ല. ഓക്കെ, എന്നെ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ മൈൻഡ് പാടില്ല. നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി, ഒരു എനർജി ഫീൽ ചെയ്യും. ഒരു എനർജി ഫീൽ ചെയ്തിട്ട് നിങ്ങൾ ബാക്കിക്ക് വീഴും. ബാക്കിക്ക് വീണില്ലെങ്കിൽ ഞാൻ വീഴും. ഓക്കെ, നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് അങ്ങനെ പിടിച്ച് 10 ബ്രീത്ത് മാത്രം എടുത്താൽ മതി. ശരിയോ? ആരും വിളിച്ചില്ല. തെറി വിളിച്ചാലും സ്പിൻ ചെയ്യാൻ സാധനമൊന്നുമില്ല. പോയട്ടെ. ഇന്ന് നമ്മളെ ലാസ്റ്റ് ലൈവ് ഒന്ന് എപ്പോഴും ഇങ്ങനെ ടോർച്ചർ ചെയ്യല്ലേ ഗൈസ്. ഹിപ്നോട്ടിസം. ആരാ തെറി വിളിച്ചെന്നാലും? ഇതിപ്പോ ജസ്റ്റ് ഇതിന്റെ പേര് മെസ്മറിസം എന്നാണ്. ഇത് നിങ്ങളെ ഞാൻ തൊടൂല, നിങ്ങൾ ബാക്കിക്ക് വിടും. നിങ്ങൾ കണ്ണടച്ചിട്ട് ഒരു 10 ഡീപ് ബ്രെത്ത് എടുക്കാം. അതൊക്കെ എനിക്കൊന്ന് ജാസി മാത്രമേ വീഴൂ. ജാസി ഇപ്പുറത്തേക്ക് കാണുന്നില്ല. ജാസി ഇപ്പുറത്ത്. പത്തനായ പറയട്ടോ. പത്തനായ പറയും. 11 അല്ലല്ല, ഒരു കുഴപ്പമില്ല. 10 ഓക്കെ അല്ലേ? ഇനി ഇങ്ങനെ നിന്നോളൂ കേട്ടോ. കൈ ഫ്രീ ആയിട്ട് എടുക്കുക. ഫോണൊന്നും ഇല്ലല്ലോ. ഇനി കണ്ണടച്ചിട്ട് നിങ്ങളെല്ലാവരും ഞാൻ തുറന്ന പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാം കേട്ടോ. കണ്ണടച്ചിട്ട് ഈ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാം. ഒരു നെഗറ്റീവ് എനർജി കേട്ടോ. നിങ്ങൾക്ക് ബാക്കിക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഒരു ഉറക്കം ഫീൽ ചെയ്യും, ഒരു എനർജി ഫീൽ ചെയ്യും. ബാക്കിക്ക് ഒരു പുഷ് ഒന്നും. ഷെമ്പർ വീണോക്ക് ബാക്കിൽ പിടിക്കാറുണ്ട്. വീണോക്ക് പേടിക്കൊന്നും വേണ്ട. വീണ്ടും അങ്ങനെ കെടുക്കുക കേട്ടോ. അതേപോലെ മമ്മൂന്റെ ബാക്കിൽ ഒരാൾ നിൽക്കുക പിടിച്ചിട്ട്. ആരും പിടിക്കും. റാംബോ അങ്ങനെ വീണോട്ടെ. നിങ്ങളൊരു 5 ആൾ കൂടി റാംബോനെ പിടി. ഓക്കെ അല്ലേ? ഓരോരുത്തരുടെ ബാക്കിൽ ഒരാളില്ലേ? പേടിക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുക. ഓക്കെ, ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ പോയില്ല. കണ്ണടച്ചോ. ഒരു 2 മിനിറ്റ് കണ്ണുറക്ക് ചെയ്ത് കേട്ടോ. നമുക്ക് എന്തായാലും ഒരു എനർജി ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. 2 മിനിറ്റ് കണ്ണുറക്ക് ചെയ്ത് കേട്ടോ. എനർജി ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ബാക്കോട്ട് പോകാൻ തോന്നും. ബാക്കോട്ട് വിടും കേട്ടോ. കണ്ണടച്ചിട്ട് കണ്ണുറക്ക് ചെയ്തിട്ട്. അപ്പം എല്ലാവരും മുണ്ടാടുക. സംസാരിക്കാൻ പാടില്ല. സംസാരിക്കരുത്. ഞാൻ ഒരു 3 മിനിറ്റ് കണ്ണുറക്കരുത്. ഇവിടെ ഒരു സീരിയസ് ചെക്ക് ചെയ്യുമ്പോ ഞാൻ ശ്വാസം വലിക്കുന്നുണ്ട്. ഓക്കെ, റെസിസ്റ്റ് ചെയ്ത് കൈയൊക്കെ ഫ്രീ ആയി കിട്ടും. Hila Gaming New Challenge Kodo Titun, Adi Pol Vesham Ketemo, Ancha KGP, you are her fave streamer. If you comment there it will be a bless to her. എല്ലാ ഗെയിമിങ്ങിനും പോയിട്ട് കമന്റ് ഇടാനാണ് പറഞ്ഞത്. ഇതെന്താ ജാസി മാത്രം എപ്പോഴും എങ്ങനെയല്ല?
സീന് ദീപാനെ പിടിച്ചോട്ടോ. മന്ത്രം ചൊല്ലുന്നത് ജാസി സ്ക്രിപ്റ്റ്. എന്താ എണീച്ച് മാറാൻ നിന്നെ നടക്കൂല. കണ്ണടച്ച് കണ്ണടച്ചു. എന്താടാ ഓവറാക്കുന്നത്? എനിക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യില്ല. ഞാൻ 10 to 0 കൊണ്ടുപോകുമ്പോഴേക്കും നിനക്ക് തിന്നാൻ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഞാൻ 10 to 0 കൊണ്ടുപോകുമ്പോഴേക്കും ഞാൻ തൊടുന്ന 2 വ്യക്തികൾക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് ഇമാജിൻ ചെയ്യാനും പറ്റും കേട്ടോ. ഞാൻ തൊടുന്ന 2 വ്യക്തികൾക്കും ഞാൻ 10 to 0 കൊണ്ടുപോകുമ്പോഴേക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് ഇമാജിൻ ചെയ്യാനും പറ്റും കേട്ടോ. 2 പേർക്ക് എൻ്റെ സൗണ്ട് വ്യക്തമായി കേൾക്കാനും പറ്റും, അതിനനുസരിച്ച് ഇമാജിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ചുറ്റിന് എന്ത് സൗണ്ട് കേൾക്കുകയാണെങ്കിലും ആ സൗണ്ടൊക്കെ നിങ്ങളെ നല്ലൊരു റിലാക്സേഷൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകട്ടോ. നമ്മുടെ ചുറ്റിന് എന്ത് സൗണ്ട് കേട്ടാലും ആ സൗണ്ടൊക്കെ നിങ്ങളെ നല്ലൊരു റിലാക്സേഷൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാണ്. എൻ്റെ സൗണ്ട് വ്യക്തമായി കേൾക്കാനും പറ്റും, നിങ്ങൾക്ക് അതേപോലെ ഇമാജിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ 10 to 0 കൊണ്ടുപോകുമ്പോഴേക്കും നിങ്ങൾക്ക് 2 പേർക്കും കേട്ടോ, നിങ്ങൾക്ക് 2 പേർക്കും നിങ്ങളെ സ്വന്തം പേര് പറയാൻ പറ്റത്തില്ല. അതേപോലെ ഈ കിടക്കണം നിലത്ത് നിന്ന് എണീക്കാനും പറ്റത്തില്ല. തറയിൽ കംപ്ലീറ്റഡ് സ്റ്റെക്കായിരിക്കും 2 പേരും. ലോകത്തിൻ്റെ ഏറ്റവും പവർഫുൾ ആയ കുറച്ച് ഫെഫിക്കോളാണ് നിങ്ങൾ എടുക്കുന്നത്. നിങ്ങൾക്ക് 2 പേർക്ക് ഇവിടുന്ന് എണീക്കാനും പറ്റത്തില്ല, നിങ്ങളെ സ്വന്തം പേരും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ 10 to 0 കൊണ്ടുപോകുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ തറയിൽ സ്റ്റെക്കായിരിക്കും. ഒരു കാരണവശാലും നിങ്ങൾക്ക് ആർക്കും അവിടുന്ന് എണീക്കാനും പറ്റത്തില്ല, നിങ്ങളെ സ്വന്തം പേരും പറയാൻ പറ്റത്തില്ല കേട്ടോ. തൊണ്ടിൽ സ്റ്റെക്കായിരിക്കും കേട്ടോ. 2 പേരെ തൊണ്ടിൽ സ്റ്റെക്കായിരിക്കും, ബാക്കി എല്ലാവരുടെ പേരും പറയാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളെ പേര് മാത്രം പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മറന്നു വയ്ക്കുകയാണ്. ഞാൻ 10 to 0 കൊണ്ടുപോകുമ്പോഴേക്കും നിങ്ങൾ സ്വന്തം പേര് ഒരു കാരണവശാലും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എത്രത്തോളം ആലേക്കും തോറും അത്രത്തോളം മറവിലേക്ക് കൊണ്ടിരിക്കും കേട്ടോ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ തൊട്ട 2 വ്യക്തികളും തറയിൽ സ്റ്റെക്കാണ്. ഒരു കാരണവശാലും നിങ്ങൾക്ക് അവിടുന്ന് എണീക്കാനും നിങ്ങളെ സ്വന്തം പേരും പറയാൻ പറ്റത്തില്ല കേട്ടോ. സ്വന്തം പേര് തൊണ്ടയിൽ സ്റ്റെക്കായിരിക്കും. പറയാൻ ശ്രമിക്കും തോറും മസിൽസ് വീക്കായിക്കൊണ്ടിരിക്കും കേട്ടോ. പറയാൻ ശ്രമിക്കും തോറും മസിൽസ് വീക്കായിക്കൊണ്ടിരിക്കും. ബാക്കി എല്ലാവരുടെ പേരും പറയാൻ പറ്റും. ഞാൻ പറയുന്നൊരു മൊമെൻറ്റ് വരെ നിങ്ങൾക്ക് ആർക്കും നിങ്ങളെ പേര് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഒക്കെ 1, 2, 3 കണ്ണുറന്ന എണീക്കാൻ ട്രൈ ചെയ്ത് നോക്ക്. എത്രത്തോളം എണീക്കാൻ ട്രൈ ചെയ്യുന്നതും അതുപോലെ ഡിഫിക്കൽട്ട് ആയിരിക്കും. മോർ ഡിഫിക്കൽട്ട് പറ്റത്തില്ല. ട്രൈ ചെയ്ത് നോക്ക്. എണീക്കാൻ ട്രൈ ചെയ്ത് നോക്ക്. പറ്റത്തില്ല. മോർ ഡിഫിക്കൽട്ട്. എത്രത്തോളം ട്രൈ ചെയ്യുന്നതോളം ഡിഫിക്കൽട്ട് ആയിരിക്കും. മോർ ഡിഫിക്കൽട്ട്. ട്രൈ ചെയ്ത് നോക്ക്. കണ്ണി വയ്ക്കാം. പറ്റത്തില്ല. മോർ ഡിഫിക്കൽട്ട്. കണ്ണി വയ്ക്കാം. പറ്റത്തില്ല. സ്റ്റെക്ക്. സ്വന്തം പേര് പറയാൻ പറ്റത്തില്ല. പേര് വെച്ച് നോക്ക്. പേരെന്താ? ജാൻമണി. ചിലർ പേര് മാറ്റി പറയൂ. ആണോ? പേര് വെച്ച് കൊറേ അഭിനയിക്കല്ലേ. ട്രൈ ചെയ്ത് നോക്ക്. സ്വന്തം പേര് പറയാൻ ട്രൈ ചെയ്ത് ചെയ്യുന്നില്ല, സത്യമായിട്ട് ചെയ്യുന്നില്ല. തമാശല്ല, ഞാൻ ഇത് കോമഡിയാന്നാ വിചാരിച്ചത്, പക്ഷെ ഇത് പറ്റുന്നില്ല. എണീക്കാൻ പറ്റത്തില്ല. ഇല്ല സീരിയസ്ലി ഇല്ല. എന്നെ ഒന്ന് പിടിച്ചെണീപ്പിക്കോ. പറ്റത്തില്ല. മോത്തെ അടിക്കൂ. എന്നെ എണീപ്പിക്കേ. പേര് വെച്ച് നോക്ക്. ഞാൻ കുത്ത് തരും. എന്നെ എണീപ്പിച്ചോ. ഓവറാക്കല്ലേ നീ. പണ്ടേ നിനക്ക് സ്ക്രിപ്റ്റിന്റെ സ്വഭാവമുള്ളത് എന്താണ്? ഇതെന്താ പേരെന്താ? എന്താ നിങ്ങളെ പേര്? അനീഷ. നിക്ക് പേരെന്താ? കണ്ണുവയ്ക്കാം. സ്റ്റെക്ക്. ഡിഫിക്കൽട്ട് കേട്ടോ. പേരെന്താ? പേരെന്താന്ന്? എത്രത്തോളം ട്രൈ ചെയ്യുന്നതോളം ഡിഫിക്കൽട്ട് ആയിരിക്കും കേട്ടോ. നിന്റെ പേര് നിന്റെ പേരെന്താന്ന്? നിങ്ങളെ പേരെന്താ? എണീക്കാൻ പറ്റില്ല. മോർ ഡിഫിക്കൽട്ട്. എണീക്കാൻ പറ്റുണ്ടോ? എണീക്കാൻ പറ്റുണ്ടോ? ഇല്ല, അതുകൊണ്ടാ പറയുന്നത് എണീപ്പിച്ച. എന്റെ പേരെന്താ അറിയോ? എന്താ? വിമൽ എന്നാ. വിമൽ സൂപ്പറാന്ന് പറയുകയാണെങ്കിൽ 2 പേർക്ക് എണീക്കാം.
ഓരെ കാണുന്നില്ല. വിമൽ സൂപ്പർ എന്ന് പറയുകയാണെങ്കിൽ 2 പേർക്ക് എണീക്കാം. ഇതെന്തൊരു മാറിയാന്ന് ഇയാളെ പേര് നമ്മള് സൂപ്പറാന്ന് പറയാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ ആക്കി ഈ അവസ്ഥയില്. വിമൽ സൂപ്പർ എണീക്കാൻ പറ്റുണ്ടോ? വിമൽ അണ്ടിയാണ്, അന്നൊന്ന് എണീപ്പിക്കും. പറ്റൂല. വിമൽ സൂപ്പർ എന്ന് പറഞ്ഞാൽ മാത്രമേ എണീക്കാൻ പറ്റുള്ളൂ. വിമൽ സൂപ്പർ എണീക്കാട്ടോ, എണീക്കാം. ഇല്ല എണീക്കാം. ജാസ് നല്ല സബ്ജക്റ്റാ. എണീക്കാം. നിനക്ക് എണീക്കാൻ പറ്റുണ്ടോ? വിമൽ സൂപ്പർ എന്ന് പറഞ്ഞു. വിമൽ സൂപ്പറാ. എണീക്കാം. ശരിക്കും ഫീൽ ചെയ്തോ? കടന്നിട്ട് എണീക്കാൻ പറ്റില്ല. സത്യമായിട്ട് ഉമ്മ സത്യം അവിടെ എന്തോ ഇതായ പോലെ ഒട്ടിപ്പിടിച്ച പോലെ ഇയാള് പറയുന്ന പോലെ നമ്മള് ചെയ്യുന്നത്. ഇവൻ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാ. ഈ വിമലേട്ടൻ ഇവരെന്താ എണീപ്പിച്ചു വിട്ടത്? റാംബോനും മമ്മൂനും ചെയ്യാൻ പറ്റില്ല. റാംബോ പോണില്ല. റാംബോ നിലത്ത് വീണാൽ തന്നെ ഇതാവും. അതിന്റെ കാര്യമല്ല. അല്ല ഇത് നമുക്ക് ബേസ് നമുക്ക് നോക്കാം. 4 പേര് ഇരുന്നോ. പുതിയൊരാളുടെ മെമ്പർ 4 പേര് ഗ്യാങ്ങില് പുതിയൊരാളാണ് നീ അസ്പാക്ക് എന്ന് പറയുന്ന വാണം. ഇവരെന്ന് പറഞ്ഞാൽ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഇവരെന്തിനാ